ഈ കാണുന്നത് വോയേജർ 2 എന്ന് പറയുന്ന നാസയുടെ ഒരു പേടകമാണിത്. ഇത് 1977 നമ്മുടെ വിക്ഷേപിച്ചതാണ്. ഇപ്പോൾ അത് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ എവിടെയാണെന്നാണ് കരുതുന്നത്. ഇപ്പോഴും ഡേറ്റ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള ഡേറ്റ പ്രകാരം നമ്മുടെ യുറാനസ് ഒരു തണുത്ത ഒരു ഗ്രഹമാണെന്നായിരുന്നു മുമ്പ് കരുതിയിരുന്നത്. ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ തെറ്റാണെന്ന് പറയുന്ന റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ആർക്കൈവ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഒരു പോർട്ടലിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ പ്രീ പബ്ലിക്കേഷൻ ജേർണൽ, അതായത് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രീ പ്രിൻ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ആ ഡേറ്റ വന്നേക്കുന്നത്. ഇപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് ഗ്രൂപ്പ് പബ്ലിഷ് ചെയ്ത സ്റ്റഡി പ്രകാരം ഇത് പറയുന്നതെന്ന് വെച്ചാൽ യുറാനസിൻ്റെ ഇൻറ്റേർണൽ എനർജി, അതായത് അതിൽ നിന്ന് അകത്തുനിന്ന് വരുന്ന എനർജി മുമ്പ് കരുതിയതിനേക്കാൾ കൂടുതലാണെന്നാണ് ഈ സ്റ്റഡിയിലൂടെ പറയുന്നത്. വോയേജർ എന്നുള്ള ആദ്യകാല ഡേറ്റകൾ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ഈ യുറാനസിൻ്റെ ആന്തരികമായിട്ടുള്ള താപസ്രോതസ് ഉണ്ടല്ലോ, അത് വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ തുടങ്ങിയ വലിയ വാതക ഭീമന്മാർ എന്ന് കരുതുന്ന പ്ലാനറ്റ്സുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ടെന്നാണ് ആദ്യകാല റിസർച്ചുകൾ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇതിൽ പറയുന്നത്. 2000 തൊട്ട് 2009 വരെയുള്ള ഹബിൾ ടെലസ്കോപ്പ്, പിന്നെ ഹവായിലുള്ള ജെമിനി നോർത്ത് ടെലസ്കോപ്പ്, പിന്നെ നാസയുടെ ഇൻഫ്രാറെഡ് ദൂരദർശിനി തുടങ്ങിയവരെല്ലാം ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് മുൻപുണ്ടായിരുന്ന ആ ഡേറ്റയിലുണ്ടായിരുന്ന ആ ഒരു പിശകുകൾ തിരുത്തിയെന്നാണ് ഈ റിസർച്ചേഴ്സ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഒരു റിസർച്ച് ടീം പറയുന്നത് മുമ്പ് കരുതിയതിനേക്കാൾ 15% അധികം താപം ഇൻറ്റേർണൽ എനർജി ഇതിനുണ്ടെന്നും, മറ്റൊരു ടീം പറയുന്നത് മുമ്പ് കരുതിയതിനേക്കാൾ 12.5% കൂടുതൽ താപമുണ്ടെന്നുമാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാലും ഈ ഇൻറ്റേർണൽ എനർജി, യുറാനസിൻ്റെ ഇൻറ്റേർണൽ എനർജി നെപ്റ്റ്യൂണിനേക്കാളൊക്കെ വളരെ കുറവ് തന്നെയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടിൽറ്റ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ആക്സിസിൽ ഉണ്ടാകുന്ന ടിൽറ്റ്, യുറാനസിൻ്റെ ഈ അച്ചുതണ്ടിനുണ്ടായ ഈ ടിൽറ്റാണ് അതിന് കാരണമെന്ന്. ഇതിന് ഈ ടിൽറ്റ് ഉണ്ടാവാനൊരു കാരണം മുമ്പ് എപ്പോഴോ ഉണ്ടായ ഒരു എക്സോ പ്ലാനറ്റുമായിട്ടുണ്ടായ ഒരു കൂട്ടിയിടിയാണെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിൽ ജസ്റ്റിഫിക്കേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ അച്ചുതണ്ടിലുള്ള വ്യത്യാസം മൂലം ഈ ഭ്രമണപഥത്തിൽ നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന് വളരെയധികം സീസണൽ ഡൈനാമിക്സ് അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം ഇത്തരത്തിലുണ്ടായ ഈ ടിൽറ്റ് മൂലമാണെന്നും ഒക്കെയാണ് റിസർച്ചേഴ്സ് ഇതിൽ പറയുന്നത്. അപ്പോൾ യുറാനസിൻ്റെ ഇൻറ്റേർണൽ എനർജിയെ പറ്റി വളരെയധികം ഇൻഫർമേഷൻ നൽകുന്ന ഒരു സ്റ്റഡിയാണിത്. വോയേജർ ഡേറ്റ തന്നെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ടുള്ളൊരു ഡേറ്റയാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് യുറാനസിൻ്റെ ഇൻറ്റേർണൽ എനർജി മുമ്പ് കരുതിയതിനേക്കാൾ കൂടുതൽ ചൂടുള്ളതാണെന്നും നമ്മൾ കരുതിയ അത്ര തണുത്ത ഒരു ഗ്രഹമല്ല എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റഡിയിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത്.